ഇന്നൊരു ഈവനിങ് റൈഡാണ്. ഞങ്ങൾ മാവേലിക്കര വരെ പോകാൻ ഒരു ചെറിയ ഷോപ്പിംഗ്, അല്ലാതെ വലിയ റൈഡൊന്നുമല്ല. അപ്പം ഞങ്ങൾ 3 പേരോടാണ് കേട്ടോ പോകുന്നത്. കല്ലുമ്മ ഉറക്കത്തിൽ എഴുന്നേറ്റൊക്കെ ഇരിക്കുകയായിരുന്നു. പിരുവത്തിൻ്റെ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ കേട്ടോ, ഒരു സൈഡ് അവളെ തുടച്ചു കളഞ്ഞു, കൈയിട്ട് തിരുമ്മി. അപ്പോൾ റൈഡൊക്കെ പോകാൻ വേണ്ടിയിട്ട് എൻ്റെ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വണ്ടിയിൽ ഇങ്ങനെ ഇരുന്ന് പോയാൽ മതി. ഇങ്ങനെ ഇരിക്കുന്നതിനേക്കാട്ടിലും ഇഷ്ടം നടുക്ക് നിർത്തുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നിർത്തുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല, അതാണ് ഇപ്പോൾ ഈ സൈഡിലെത്തിയത്. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു പ്രായിക്കര പകുതി എത്തിയപ്പോഴത്തേന് ഏട്ടന് ഞാവൽപ്പഴം കണ്ടിട്ട് ഇതുവഴി പോകുമ്പോൾ എപ്പോഴും ഇവിടെ നിർത്താറുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് പറിക്കാൻ നോക്കാറുണ്ട്. ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്കത്ര ഇഷ്ടമൊന്നുമില്ല. ഏട്ടൻ നൊസ്റ്റാൾജിയ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഇത് പറിക്കാൻ ഇവിടെ നിർത്തിയത്. ഇപ്പം എപ്പോഴും ഇങ്ങനെ ഇവിടെ നിർത്തിയിട്ട് മേലോട്ട് നോക്കാറുണ്ട്. അപ്പം ഭയങ്കര ഉയരത്തിലായതുകൊണ്ട് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പം ഇത്തവണ നമുക്ക് അത് താഴേക്ക് അതിൻ്റെ ഒരു കമ്പൊടിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ അതിൽ കുറച്ചുണ്ടായിരുന്നു. അതൊക്കെ പറിച്ചെടുത്തു. അതിൻ്റെ മണ്ടയിലൊക്കെ കയറി നിന്നിട്ടാണ് കേട്ടോ പറിക്കുന്നത്. ഞാൻ പറയാണ് തെന്നി താഴെയൊന്നും എന്ന് പറയാനുണ്ട്. എനിക്കത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് മാത്രമേ നല്ല പഴുത്തത് കിട്ടിയുള്ളൂ. പിന്നെ കുറേയൊക്കെ ഇനിയും പഴുക്കാനുണ്ടായിരുന്നു. അങ്ങനെയുള്ളതൊക്കെ ഒരുമാതിരി കവർപ്പായിരിക്കും കേട്ടോ. അപ്പം ഞാൻ ഒരെണ്ണം തിന്ന് നോക്കി. ഞാനും കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ ഇത് തിന്നിട്ടുള്ളത്. പിന്നെ ഇപ്പോഴാണ് കഴിക്കുന്നത്. അപ്പോൾ ഒരു കവർപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നന്നായിട്ട് പഴുക്കാത്തത് കൊണ്ട്. അപ്പോൾ നമ്മളതൊക്കെ പറിച്ച് നമ്മൾ ഒരു ബേക്കറിയിൽ കയറിയിട്ട് RV ബേക്കറിലാണ് കേട്ടോ കയറിയത്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മളവിടെ നിന്ന് പർച്ചേസ് ചെയ്തു. ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനാണ് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ. അങ്ങനെ നമ്മൾക്ക് ആദ്യമായിട്ട് ഞങ്ങളൊരു സാധനം കണ്ടു കേട്ടോ. ഇതൊരു വെറൈറ്റി എന്നിട്ട് ഞങ്ങളിപ്പോൾ കാണുന്നതാണ്. ഇത് അച്ചപ്പം എന്നിട്ട് റാഗി കൊണ്ടുള്ള അച്ചപ്പമാണ് എന്നിട്ട് കറുത്തിരിക്കുന്നത്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇത് എടുക്കാമെന്ന്. അപ്പോൾ എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പം കല്ലൂട്ടീനെ കണ്ടിട്ട് ഓരോരുത്തരൊക്കെ വന്ന് മുട്ടയൊക്കെ കൊടുക്കുന്നുണ്ട്. അവൾ ഉറക്കത്തിലായതുകൊണ്ട് ആരുടെടുത്തും ചിരിക്കുകയും കളിക്കുകയും ഒന്നും ചെയ്തില്ല. എഴയാനൊക്കെ തുടങ്ങിയതുകൊണ്ട് എന്ത് കണ്ടാലും അതെല്ലാം എടുക്കാനായിട്ട് ഓടുകയാണ് കേട്ടോ. അതാണ് എപ്പോഴും നിങ്ങൾ അവിടെ ഇരിക്കുന്ന നമ്മുടെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ അടിച്ച് പിന്നെ ഞങ്ങൾ കല്ലൂന് രാമച്ചും വാങ്ങാനായിട്ട് പോയിട്ടോ. പക്ഷേ അവിടെ അങ്ങാടിക്കട തുറന്നിട്ടില്ലായിരുന്നു.